ഹലോ എവരിവൺ. ഇന്ന് നമ്മൾ ക്ലാസ് 8 എക്സ്പോണൻസ് ആൻഡ് പവേഴ്സ് എന്നുള്ള ചാപ്റ്ററിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. എക്സ്പോണൻസ് ആൻഡ് പവേഴ്സ്. അപ്പോൾ ഇവിടെ ഞാനൊരു എക്സാമ്പിൾ എടുത്തിട്ടുണ്ട്. 2 ഇൻറ്റു 2 ഇൻറ്റു 2. 2നെ 3 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ് 2 വെച്ചിട്ട്. അപ്പോൾ അതിനെ നമുക്ക് എക്സ്പൊണൻഷ്യൽ ഫോമിൽ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? 2 ക്യൂബ്ഡ്. അപ്പോൾ ഇവിടെ 2 എന്ന് പറയുന്നത് ബേസ് ആണ്. 3 എന്ന് പറയുന്നത് എക്സ്പോണൻറ്റ് അല്ലെങ്കിൽ ഇൻഡെക്സ് അല്ലെങ്കിൽ പവർ എന്ന് പറയാം. അടുത്തത് ലോസ് ഓഫ് എക്സ്പോണൻസ് ആണ്. 7th നിങ്ങളിതെല്ലാം പഠിച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓടിച്ചു നോക്കി പോകാം. അപ്പോൾ ആദ്യത്തെ ലോ എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ. അപ്പോൾ ഇവിടെ നോക്കുക, ബേസ് സെയിം ആണ്, എ തന്നെയാണ്, പവറാണ് ഡിഫറൻ്റ് ആയിരിക്കുന്നത്. പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ആണ് ഇവിടെ വന്നിരിക്കുന്ന മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ. അപ്പം എന്ത് വരും? പവേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുക. ബേസ് അതേപോലെ തന്നെ എഴുതുക, പവേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുക. അപ്പം എ റേസ് ടു എം പ്ലസ് എൻ. ഇനി അടുത്ത ലോ നോക്കുക, എ റേസ് ടു എം ബൈ എ റേസ് ടു എൻ. അപ്പോൾ ഇവിടെയും ബേസ് സെയിം ആണ്, എ തന്നെയാണ്. പിന്നെ എന്താണ് ചെയ്തിരിക്കുന്നത്? ഡിവൈഡ് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പവേഴ്സ് സബ്ട്രാക്ട് ചെയ്താൽ മതി. അപ്പോൾ ബേസ് അതേപോലെ തന്നെ എഴുതാം, പവേഴ്സ് സബ്ട്രാക്ട് ചെയ്യാം. എ റേസ് ടു എം മൈനസ് എൻ. അടുത്തത് എ റേസ് ടു എം ദ ഹോൾ റേസ് ടു എൻ. പവർ ടു എ പവർ. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത്? ഈ പവേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. എ റേസ് ടു എം ഇൻറ്റു എൻ. അടുത്ത ലോ, ഫോർത്ത് ലോ, എ റേസ് ടു എം ഇൻറ്റു ബി റേസ് ടു എം. അപ്പോൾ ഇവിടെ നോക്കാം, ഇവിടെ ബേസ് ഡിഫറൻ്റ് ആണ്, പവർ സെയിം ആണ്. അപ്പോൾ ബേസ് തമ്മിലുള്ള പ്രോഡക്റ്റ് എടുക്കാം, എ ബി, ഇനി ഹോൾ റേസ് ടു എം. അടുത്ത ലോ നോക്കാം, എ റേസ് ടു എം ഡിവൈഡഡ് ബൈ ബി റേസ് ടു എം. അപ്പോൾ ഇവിടെയും പവേഴ്സ് സെയിം ആണ്, ബേസ് ആണ് ഡിഫറൻറ്റ്. വന്നിരിക്കുന്ന മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഡിവിഷൻ ആണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? എ ബൈ ബി ഹോൾ റേസ് ടു എം. അടുത്ത ലോ, എ റേസ് ടു 0 ഈക്വൽ ടു 1. എനി നമ്പർ റേസ് ടു 0 എന്ന് പറയുന്നത് 1 ആയിരിക്കും. പവേഴ്സ് വിത്ത് നെഗറ്റീവ് എക്സ്പോണൻസ്. For any non-zero integer a raised to negative m equal to 1 by a raised to m. അപ്പോൾ ഇത്ര നേരം നമ്മൾ എക്സ്പോണൻസിൻ്റെ സൈൻ പോസിറ്റീവ് ആയിട്ടുള്ളതാണ് പഠിച്ചത്. അപ്പോൾ ഇവിടെ കണ്ടോ, എക്സ്പോണൻറ്റിൻ്റെ സൈൻ എന്താണ്? നെഗറ്റീവ് ആണ്. അപ്പോൾ ആ നെഗറ്റീവ് സൈൻ എന്ന് വെച്ചാൽ എന്തായിരിക്കും? എ റേസ് ടു നെഗറ്റീവ് എം എന്ന് വെച്ചാൽ ഈക്വൽ ടു 1 ബൈ എ റേസ് ടു എം. ഇനി ഇവിടെ എക്സാമ്പിൾസ് നോക്കാം. 2 റേസ് ടു നെഗറ്റീവ് 4, അതെന്താണ്? 1 ബൈ 2 റേസ് ടു 4. അതുപോലെ 10 റേസ് ടു നെഗറ്റീവ് 2, അതെന്താണ്? 1 by 10 സ്ക്വയർ. അടുത്തൊരു പ്രോബ്ലമാണ്. സിംപ്ലിഫൈ ആൻഡ് എക്സ്പ്രസ് ദ റിസൾട്ട് ഇൻ പവർ നൊട്ടേഷൻ വിത്ത് പോസിറ്റീവ് എക്സ്പോണൻറ്റ് നെഗറ്റീവ് 4 റേസ് ടു 5 ഡിവൈഡഡ് ബൈ നെഗറ്റീവ് 4 റേസ് ടു 8. അപ്പോൾ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ എഴുതാം, നെഗറ്റീവ് 4 റേസ് ടു 5 ഡിവൈഡഡ് ബൈ നെഗറ്റീവ് 4 റേസ് ടു 8. അപ്പോൾ ഇവിടെ നമ്മൾ ബേസ് നോക്കുക, ബേസ് നെഗറ്റീവ് 4 ബേസ് സെയിം ആണ്, പവറാണ് ഡിഫറൻറ്റ് വരുന്നത്. അപ്പോൾ നമുക്കറിയാലോ ഒരു ലോ, എ റേസ് ടു എം ഡിവൈഡഡ് ബൈ എ റേസ് ടു എൻ ഈക്വൽ ടു എന്തായിരിക്കും? ബേസ് അതുപോലെ തന്നെ എഴുതാം, പവേഴ്സ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യാം. ആ ലോ ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്ത് വരും? നെഗറ്റീവ് 4 റേസ് ടു 5 മൈനസ് 8. അപ്പോൾ എന്ത് വരും? നെഗറ്റീവ് 4 റേസ് ടു നെഗറ്റീവ് 3. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കിയേ, ഇപ്പോൾ നമ്മൾ സിംപ്ലിഫൈ ചെയ്തു. ഇനി അടുത്തത് റിസൾട്ട്, എക്സ്പ്രസ് ദ റിസൾട്ട് ഇൻ പവർ നൊട്ടേഷൻ വിത്ത് പോസിറ്റീവ് എക്സ്പോണൻറ്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. പോസിറ്റീവ് എക്സ്പോണൻറ്റ്. അപ്പം ഇതിനെ പോസിറ്റീവ് ആക്കണം അല്ലേ? അപ്പം നമ്മളിപ്പോൾ പഠിച്ചതേ ഉള്ളൂ, എ റേസ് ടു നെഗറ്റീവ് എം ഈക്വൽ ടു എന്താണ്? 1 ബൈ എ റേസ് ടു എം. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? 1 ബൈ നെഗറ്റീവ് 4 റേസ് ടു 3. അടുത്ത ക്വസ്റ്റ്യൻ, സിംപ്ലിഫൈ ആൻഡ് എക്സ്പ്രസ് ദ റിസൾട്ട് ഇൻ പവർ നൊട്ടേഷൻ വിത്ത് പോസിറ്റീവ് എക്സ്പോണൻറ്റ് 1 ബൈ 2 ക്യൂബ് ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ എഴുതിയിടാം, 1 ബൈ 2 ക്യൂബ് ദി ഹോൾ സ്ക്വയർ. ഇവിടെ എങ്ങനെ വരും? 1 സ്ക്വയർ ബൈ 2 ക്യൂബ് ഹോൾ സ്ക്വയർ. ഇനി ഈ 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. ഇനി 2 ക്യൂബ് ദി ഹോൾ സ്ക്വയർ,
അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ലോ ഉണ്ടല്ലോ, എ റേസ് ടു എം ദി ഹോൾ റേസ് ടു എൻ ഈക്വൽ ടു എ റേസ് ടു എം എൻ. അപ്പോൾ 2 റേസ് ടു 3 ദി ഹോൾ സ്ക്വയർ എന്തായിരിക്കും? 2 റേസ് ടു 3 ഇൻറ്റു 2 2 റേസ് ടു 6. അപ്പോൾ 1/2 റേസ് ടു 6. ഇനി ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? എക്സ്പ്രസ് ദ റിസൾട്ട് ഇൻ പവർ നൊട്ടേഷൻ വിത്ത് പോസിറ്റീവ് എക്സ്പോണൻ്റ് എന്നാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ എഴുതി വെച്ചാൽ മതി. അപ്പോൾ 1/2 റേസ് ടു 6 ആണ് ഇതിൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, സിംപ്ലിഫൈ ആൻഡ് എക്സ്പ്രസ് ദ റിസൾട്ട് ഇൻ പവർ നൊട്ടേഷൻ വിത്ത് പോസിറ്റീവ് എക്സ്പോണൻറ്റ് 3 റേസ് ടു -7 ഡിവൈഡഡ് ബൈ 3 റേസ് ടു -10 ഇൻറ്റു 3 റേസ് ടു -5. അപ്പോൾ ഇവിടെ ആദ്യം എന്താ ചെയ്യേണ്ടത്? ഈ ബ്രാക്കറ്റിനുള്ളിലുള്ളതിനെ സോൾവ് ചെയ്യണം. അപ്പോൾ ഈ ബ്രാക്കറ്റിനുള്ളിലുള്ളതിൻ്റെ ബേസ് എന്താണ്? സെയിം ആണ്, രണ്ടിനും 3 തന്നെയാണ്, പവറാണ് ഡിഫറൻറ്റ്. അപ്പോൾ നമുക്കിവിടെ ഏത് ലോ യൂസ് ചെയ്യാം? എ റേസ് ടു എം divided by a raised to n equal to a raised to m minus n. അപ്പോൾ ഇവിടെ 3 raised to -7 divided by 3 raised to -10 equal to 3 raised to -7 minus -10. അപ്പോൾ ഇവിടെ എന്ത് വരും? 3 raised to -7 plus 10 equal to 3 raised to 3. ഇവിടെ എഴുതാം 3 raised to 3 into ഇനി ബാക്കി 3 raised to -5. ഇനി ഇതെന്താണ്? 3 raised to -3 raised to 3 into 3 raised to -5 എന്ന് പറയുന്നത് എന്താണ്? ഇവിടെയും ബേസ് സെയിം ആണ്, പവറാണ് ഡിഫറൻറ്റ്. അപ്പോൾ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ് വരുന്നത്. അപ്പോൾ ഏത് ലോ യൂസ് ചെയ്യാം? എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ ഇസ് ഈക്വൽ ടു എ റേസ് ടു എം പ്ലസ് എൻ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? 3 raised to 3 പ്ലസ് -5. അപ്പോൾ എന്ത് വരും? 3 raised to -2. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കിയേ, പവർ നൊട്ടേഷൻ വിത്ത് പോസിറ്റീവ് എക്സ്പോണൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാമല്ലേ, എ റേസ് ടു -m ഇസ് ഈക്വൽ ടു എന്താണ്? 1/a റേസ് ടു m. അപ്പോൾ ഇവിടെ 3 raised to -2 ആ എക്സ്പോണൻറ്റിൻ്റെ നെഗറ്റീവ് സൈൻ മാറ്റാൻ വേണ്ടി നമ്മളതിനെ എന്ത് ചെയ്യും? ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുവരും. അപ്പോൾ 1/3². ഇതാണ് ഇതിൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് 8 raised to -1 into 5³ by 2 raised to -4. 8 raised to -1 into 5³ by 2 raised to -4. അപ്പോൾ ഇവാലുവേറ്റ് എന്നാണ് ക്വസ്റ്റ്യൻ. അതായത് ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. എക്സ്പോണൻഷ്യൽ ഫോമിൽ എഴുതിയാൽ പോരാ, ഇതിൻ്റെ വാല്യൂ, ഫൈനൽ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിവിടെ ഈ നെഗറ്റീവായിട്ടുള്ള എക്സ്പോണൻസിനെയൊക്കെ പോസിറ്റീവ് ആക്കണം. അപ്പോൾ 8 raised to -1 ന്യൂമറേറ്ററിൽ നിന്ന് ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുപോയാൽ അത് പോസിറ്റീവ് ആകും. അതുപോലെ ഈ 2 raised to -4 ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോയാൽ എന്താവും? അതിൻ്റെ എക്സ്പോണൻറ്റും പോസിറ്റീവ് ആകും. അപ്പം 2 raised to 4 into 5³ by 8 എന്നുള്ള രീതിയിലേക്ക് എത്തും. ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ലോ ഏതാണ്? എ റേസ് ടു -m ഇസ് ഈക്വൽ ടു 1/a റേസ് ടു m. അതേപോലെ 1/a റേസ് ടു -m എങ്ങനെ എഴുതാം? എ റേസ് ടു m. ഇനി ഈ 8നെ നമുക്ക് എങ്ങനെ എഴുതാം? 8 എന്ന് വെച്ചാൽ എന്താ? 2 into 2 into 2 2³. അപ്പോൾ 2 raised to 4 into 5³ by 8നെ 2³. ഇനി ഈ 2 raised to 4ഉം 2³ കൂടെ നോക്കുക. ഇവിടെ എന്താണ്? ബേസ് സെയിം ആണ്, പവറാണ് ഡിഫറൻറ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് ഏത് യൂസ് ചെയ്യാം? എ റേസ് ടു m ഡിവൈഡഡ് ബൈ എ റേസ് ടു n ഇസ് ഈക്വൽ ടു എ റേസ് ടു m മൈനസ് n. അപ്പോൾ 2 raised to 4 divided by 2 raised to 3 is equal to 2 raised to 4 minus 3 equal to 2 raised to 1 equal to 2. അപ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. 2 into 5³. ഇനി 5³ വാല്യൂ എന്താണ്? 5 into 5 into 5 125. അപ്പോൾ 2 into 125 എന്തായിരിക്കും ആൻസർ? 250. അടുത്തത് നിങ്ങൾക്കുള്ള ഒരു എക്സർസൈസ് ആണ്. 2 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. ഒന്ന് ചെയ്ത് നോക്കുക. ഇതിൻ്റെ ആൻസർ ഞാൻ കമൻറ്റ് ബോക്സിലിടാം.